يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين فإن لم تفعلوا فأذنوا بحرب من الله ورسوله وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا تظلمون. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക എന്ത്? നമ്മളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. നമ്മളിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ, നമ്മളിൽ ഹറാമായത് എന്തെങ്കിലും കലരുന്നുണ്ടോ എന്നത് നമ്മൾ പ്രത്യേകം തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ഓരോ വിഷയങ്ങളിലും പല ആളുകളും വളരെ ശ്രദ്ധിക്കാത്ത, ഇന്നത്തെ കാലത്ത് തീരെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, എന്തെങ്കിലും ആവശ്യം വന്നാൽ EMI 0% EMI. അതായത് ഫ്ലിപ്കാർട്ട് എടുക്കുക അല്ലെങ്കിൽ ആമസോൺ എടുക്കുക, എന്ത് ചെയ്യുക? അപ്പോൾ അതിലെന്തുണ്ട്? ഒരു പ്രയാസവുമില്ല. ആമസോണുകാർ നമ്മളെ കുടുംബക്കാരെക്കാൾ നമ്മളോട് സ്നേഹമുള്ള ആളുകളാണെന്ന് തോന്നും, അല്ലേ? എന്താണത്? 0% EMI. അത് നമ്മളെ വീട്ടുകാർ തരും. അങ്ങനെ നമ്മളെ മൂത്താപ്പാനോട് ചോദിച്ചു നോക്ക്, എനിക്ക് ഒരു 10,000 രൂപ വേണം, ഞാനതൊരു 4 മാസം കൊണ്ട് തരാം അല്ലെങ്കിൽ 6 മാസം കൊണ്ട് തരാം, തരുമോ? പെട്ടെന്ന് കിട്ടൂല. എന്നാൽ ആമസോണാരോ 10,000 അല്ലെങ്കിൽ 30,000 ആണെങ്കിലും അവർ തരും. 0% EMI. നീച്ച പലിശ ഒന്നും തരണ്ട. മനസ്സിലാവുണ്ടോ? എന്നിട്ട് അവൻ എന്ത് ചെയ്യുക? അവൻ സ്വന്തത്തെ വിഡ്ഢിയാക്കിക്കൊണ്ട് അവനത് വാങ്ങുക. എന്നിട്ട് EMI ഞാനെന്ത് ചെയ്തിട്ടുള്ള പലിശ കൊടുത്തിട്ടില്ല. RBI, ഇന്ത്യയിലെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുകയാണ്, പലിശയില്ലാത്ത ഒരു ഇടപാടും ഇൻസ്റ്റാൾമെന്റിൽ നടക്കുന്നില്ല. ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണ്, പലിശയില്ലാത്ത ഒരു ഇടപാടും ഇൻസ്റ്റാൾമെന്റിൽ നടക്കുന്നില്ല. അപ്പോൾ 0% എങ്ങനെ? 0% എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വിശദീകരിക്കാം. ഇപ്പോൾ ബജാജ് എന്ന് പറയുന്ന ഒരു ടീം, അവരാണ് നമുക്ക് പൈസ തരുന്ന ആളുകൾ. ആമസോണുകാരെ അല്ല നമുക്ക് സാധനം എന്ത് ചെയ്യുന്നത്? പൈസ തരുന്നത്. നമ്മളെ സഹായിക്കുന്നവരാണ് ബജാജുകാർ. ഇവിടെ കസ്റ്റമർ, ഇവിടെ ആമസോൺ, തമാം. അല്ലെങ്കിൽ ആമസോണിലെ സെല്ലർ. ഈ സെല്ലറുടെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? സാധനം വാങ്ങുകയാണ്. സാധനം വാങ്ങുമ്പോൾ ഇടയിൽ ബജാജ് ഫിനാൻസുകാരൻ വന്നിട്ട് പറയുകയാണ് 0% EMI ഉണ്ട്. സെല്ലറല്ല പറയുന്നത് സെല്ലറല്ല, പിന്നെ ആരാ പറയുന്നത്? ബജാജാണ് പറയുന്നത്. അയാൾക്ക് എന്താ ഇവിടെ ഇടപാട്? ബജാജ് ഫിനാൻസ് എന്ന് പറയുന്ന പലിശക്കാർ, അവർ നമുക്ക് പലിശയില്ലാതെ കടം തരുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അവരെന്താ മുത്തക്കികളായോ? പെട്ടെന്ന് EMI സിസ്റ്റം തുടങ്ങിയോടുകൂടി? ഇല്ല, അവർ പണ്ടത്തെ പോലെ തന്നെ അവരിപ്പോഴും ഉള്ളത്. മറിച്ച് എന്താണ്? അവർ പറയും, ഞങ്ങൾ നിങ്ങൾക്ക് പണം തരാം, 20,000 രൂപയുടെ സാധനം 20,000 രൂപ തന്നാൽ മതി. മനസ്സിലായോ? അപ്പൊ EMI വെച്ചിട്ട് എല്ലാവരും കൃത്യമായി പണം അടച്ചാൽ കുറച്ചു നാൾ കഴിഞ്ഞാൽ ബജാജ് ഫിനാൻസ് പൂട്ടിപ്പോണ്ടി വരും. മനസ്സിലാവണ്ട? കാരണം എന്താണ്? 0% ഒന്നും കിട്ടുന്നില്ലല്ലോ പാവങ്ങൾ. അല്ല, നേരെ മറിച്ച് കാര്യം അങ്ങനെയല്ല. 20,000 രൂപ പ്രൈസ് ലിസ്റ്റിലുള്ള സാധനം, ആ സാധനം നമുക്ക് ബജാജുകാരൻ വാങ്ങിത്തരുമ്പോൾ ബജാജുകാരൻ ആ സാധനം കിട്ടുന്നത് 20,000 രൂപക്കല്ല. മനസ്സിലാവുന്നുണ്ടോ? മറിച്ച് ആമസോണിലെ സെല്ലറുമായി ബജാജുകാരൻ എന്തുണ്ട്? ഇടപാടുണ്ട്. ഞാൻ നിനക്ക് കസ്റ്റമറെ പിടിച്ചു തരാം, ഞാൻ അവർക്ക് കടം കൊടുക്കും, ഞാൻ അവർക്ക് 20,000 കൊടുക്കും, നീ എനിക്ക് 15 സാധനം തരണം. മഫ്ഹൂം? കുല്ലു ഖർദിൻ ജലബ നഫ്അൻ ഫഹുവ റിബ. എന്തൊരു കടമാണോ ഒരു ലാഭം കൊണ്ട് തരുന്നത്, അതെന്താണ്? പലിശയാണ്. എന്തൊരു കടമാണോ അതെനിക്ക് ലാഭം തരുന്നത്, അതെന്താണ്? പലിശയാണ്. അപ്പൊ ഉദാഹരണത്തിന്, അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ നിനക്കൊരു 10,000 രൂപ തരാം, 5 മാസം കൊണ്ട് അടിച്ചു തീർത്താൽ മതി.
മാസം എന്ത് ചെയ്യണ്ട, 1000 വെച്ച് തരണ്ട, എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് 15,000 തന്നാൽ മതി. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അതെന്താണ്, മാസം പെർസെൻറ്റേജ് വെക്കണമെന്നില്ല പലിശക്ക്. 10,000 തന്നാൽ 15,000 തിരിച്ചു തരിക. ഇതേപോലെ ഞാൻ 15,000 ചെലവാക്കിയാൽ കസ്റ്റമർ എനിക്ക് എത്ര തരും? 20,000 തരും. മഫ്ഹൂം? ഇത് സെല്ലറുമായി നേരിട്ട് നടത്തുന്ന ഇടപാടല്ല. പക്ഷെ ആളുകൾ അതിൽ വീണുപോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പല ആളുകളുടെയും മൊബൈൽ എടുത്ത് നോക്കിയാൽ മൊബൈലിൻ്റെ അടിയിൽ എന്താണ്? ഈ മൊബൈൽ ഇപ്പോൾ ഉടമപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന ഫിനാൻസ് കമ്പനിയാണ്. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ചുകൊള്ളട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഫിത്നകളിൽ നിന്ന് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പലിശ അത് കൊടുക്കുന്നതും അത് വാങ്ങുന്നതും അതിന് സാക്ഷി നിൽക്കുന്നതും അത് എഴുതുന്നതും ഒരേ കണക്കാണ്. അതിനാൽ നമ്മളുടെ പ്രാർത്ഥനകൾ തടയപ്പെടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുക. ആവശ്യങ്ങളുണ്ടോ സബ്ർ ചെയ്യുക. പൈസയില്ലേ, ഉള്ള പൈസക്കനുസരിച്ചത് വാങ്ങുക. ഇനി അതിനും കഴിവില്ലേ സബ്ർ ചെയ്യുക.